ഏറ്റവും വലിയൊരു നുണ പറഞ്ഞാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായി അധികാരമേറ്റത്. ലോകത്തെ യുദ്ധങ്ങൾ അവസാനിപ്പിക്കുമെന്നും US ഒരു യുദ്ധത്തിനും തുടക്കമിടില്ലെന്നുമായിരുന്നു ആ നുണ. അധികാരത്തിലേറി 13 മാസം പിന്നിടുമ്പോൾ ലോകക്രമത്തെ ആകെ തകിടം മറിച്ചുകൊണ്ടാണ് ട്രംപ് യുദ്ധങ്ങളിൽ ഇടപെടുന്നത്. ലോകത്തെ 8 യുദ്ധങ്ങളെങ്കിലും അവസാനിപ്പിച്ചെന്ന അവകാശവാദം ഉന്നയിക്കുന്ന ട്രംപിന് ഇറാനിൽ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ച് സാമാന്യ ധാരണ പോലുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കീ കൊടുക്കുന്നതിനനുസരിച്ചാണ് ട്രംപിന്റെ ചാട്ടങ്ങൾ. യുദ്ധവെറിയനും മുസ്ലിം വിരുദ്ധനും വംശീയവാദിയുമായ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്താണ് കൊടൂര ആക്രമണങ്ങളുടെ കെട്ടഴിച്ചു വിടുന്നത്. ഇതിനിടെ ഇറാനെ സംബന്ധിച്ച് ട്രംപ് നടത്തുന്ന അവകാശവാദങ്ങൾ അത്രയും ശുദ്ധഭോഷ്കാണ്. ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിലാണ് ഹൊർമൂസ് കടലിടുക്കിന് സമീപമുള്ള മിനാബ് എന്ന ചെറുപട്ടണത്തിലെ ഷജറ തൊയ്ബ എലമെന്ററി സ്കൂൾ തകരുന്നത്. ക്ലാസ് നടക്കുമ്പോഴായിരുന്നു ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകൾ സ്കൂളിൽ പതിച്ചത്. കുട്ടികൾ ഉൾപ്പെടെ 175 പേരാണ് കൊല്ലപ്പെട്ടത്. തകർന്നടിഞ്ഞ സ്കൂൾ കെട്ടിടത്തിന് മുന്നിൽ നിന്ന് കണ്ണീരൊഴുക്കുന്ന മാതാപിതാക്കളും കുട്ടികൾക്കായി ഒരുക്കിയ 100 കണക്കിന് ചെറിയ ഖബറുകളും മനസാക്ഷിയുള്ളവരുടെ എല്ലാം ഉള്ളുലച്ചു. യുദ്ധത്തിനെതിരെ ആഗോളതലത്തിൽ ശബ്ദമുയർന്നു. പക്ഷേ ഒരു മനസാക്ഷി കുത്തുമില്ലാതെ ട്രംപ് പറഞ്ഞു, സ്കൂൾ ആക്രമിച്ചത് ഇറാനാണ്. നിരപരാധികളായ കുഞ്ഞുങ്ങളുടെ മരണത്തിന്റെ ഉത്തരവാദിത്തം ട്രംപ് ഇറാൻ ഭരണകൂടത്തിന്മേൽ കെട്ടിവെച്ചു. എന്നാൽ ട്രംപ് പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് ദൃശ്യങ്ങൾ ഉൾപ്പെടെ തെളിവുകൾ പുറത്തു വന്നു. US ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകൾ പതിച്ചാണ് സ്കൂൾ തകർന്നതെന്ന് വ്യക്തമായി. സ്കൂളിനോട് ചേർന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ക്യാമ്പുകൾ ലക്ഷ്യമിട്ടുള്ള US മിസൈലുകളാണ് ലക്ഷ്യം തെറ്റി സ്കൂളിൽ പതിച്ചത്. ഇതോടെ 3 ദിവസങ്ങൾക്കിപ്പുറം ട്രംപ് വാക്കുകളിൽ മലക്കം പറഞ്ഞു. ആദ്യം പ്രതികരിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടായിരുന്നില്ലെന്ന് ട്രംപ് പറഞ്ഞു. പക്ഷേ ഇറാൻ ഉൾപ്പെടെ മറ്റു രാജ്യങ്ങൾ ടോമഹോക്ക് മിസൈലുകൾ ഉപയോഗിക്കാറുണ്ടെന്ന് കൂടി അദ്ദേഹം ചേർത്തു. ഇറാന് ടോമഹോക്ക് മിസൈലുകൾ ഇല്ല എന്ന യാഥാർത്ഥ്യത്തെ മറച്ചുവെച്ചായിരുന്നു ട്രംപിന്റെ വാദം. അന്വേഷണത്തിലെ കണ്ടെത്തലുകളെ മാനിക്കുന്നു എന്ന് പറഞ്ഞ് സംഭാഷണം അവസാനിപ്പിച്ച ട്രംപ് മറ്റൊന്നും പറഞ്ഞില്ല. യുദ്ധത്തുടക്കത്തിലെ ഏറ്റവും മാരകമായ ആക്രമണത്തെ ലോകമെങ്ങും അപലപിക്കുന്ന സമയമായിരുന്നു അത്. റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾ പോലും പ്രതിരോധത്തിലായിരിക്കുമ്പോഴായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. സ്കൂൾ ആക്രമണത്തെക്കുറിച്ചുള്ള പരാമർശം മാത്രമല്ല, വാർത്താ സമ്മേളനത്തിൽ മറ്റ് ചില കാര്യങ്ങൾ കൂടി ട്രംപ് പ്രസ്താവിച്ചിരുന്നു. ഇറാനെതിരായ യുദ്ധത്തിൽ US-നെയും ഇസ്രായേലിനെയും കൂടാതെ ഇറാന്റെ ഗൾഫ് അയൽ രാജ്യങ്ങളും പങ്കാളികളായി എന്നതായിരുന്നു മറ്റൊരു വാദം. യുദ്ധസമയത്ത് ഈ രാജ്യങ്ങളെല്ലാം നിഷ്പക്ഷത പാലിച്ചിരുന്നു. അവർ യുദ്ധത്തിൽ പങ്കാളിയാകാൻ ഉദ്ദേശിച്ചിരുന്നില്ല. എന്നാൽ ആക്രമിക്കപ്പെട്ടപ്പോൾ അവരും തങ്ങൾക്കൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിക്കാൻ തുടങ്ങി എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. സൗദി അറേബ്യ, UAE, ഖത്തർ എന്നീ രാജ്യങ്ങളെ പേരെടുത്ത് പറഞ്ഞായിരുന്നു ട്രംപിന്റെ വാദം. എന്നാൽ എന്താണ് സത്യം? US-ന്റെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ഇത്തരത്തിൽ UAE ആണ് കൂടുതൽ ആക്രമണം നേരിട്ടത്. എന്നാൽ അവർ ഏതെങ്കിലും തരത്തിൽ ഇറാനെതിരെ തിരിഞ്ഞിട്ടില്ല. ഇറാനുമായി ദീർഘകാല വ്യാപാര ബന്ധമുള്ള UAE ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താൻ മറ്റു വഴികളാണ് തേടിയത്. ഇറാൻ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് സൗദി അറേബ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ യുദ്ധത്തിൽ പങ്കുചേർന്നിട്ടില്ല. ഇറാനെതിരെ സൈനിക നീക്കങ്ങൾ നടത്തുന്നില്ലെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. മാത്രമല്ല, സംഘർഷം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾക്കാണ് പരിഗണനയെന്ന് അവർ അറിയിക്കുകയും ചെയ്തു. ഗൾഫ് രാജ്യങ്ങൾ ഇറാനെതിരായ യുദ്ധത്തിൽ പങ്കുചേരാത്തതിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ട്രംപിന്റെ സ്വന്തം ഫോക്സ് ന്യൂസ് വളരെ വിശദമായ ചർച്ച തന്നെ നടത്തിയിരുന്നു. യുദ്ധം തുടർന്നാൽ ഇറാൻ ഹൊർമൂസ് കടലിടുക്ക് അടയ്ക്കുമെന്നും കപ്പൽ ഗതാഗതം നിശ്ചലമാകുന്നതോടെ എണ്ണ വിപണിയെ അത് ബാധിക്കുമെന്നും ലോകം ആശങ്കപ്പെട്ടിരുന്നു. എന്നാൽ അതൊന്നും US-ന് ഏശില്ലെന്നായിരുന്നു ട്രംപിന്റെ നിലപാട്. US വൻതോതിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം. എന്നാൽ ട്രംപിന്റെ ലോജിക്ക് അവിടെയും വർക്കായില്ല. ലോകത്തെ മൊത്തം എണ്ണ ഉപഭോഗത്തിന്റെ 5-1 കടൽ വഴിയുള്ള എണ്ണ വ്യാപാരത്തിന്റെ 3-1 ഹൊർമൂസിലൂടെയാണ് നടക്കുന്നത്. അതായത് പ്രതിദിനം ഏകദേശം 2 കോടി ബാരൽ എണ്ണ. ഹൊർമൂസിലെ അനിശ്ചിതത്വം ഇന്ത്യ, ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ ഉൾപ്പെടെ രാജ്യങ്ങളെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ ലോക വിപണിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. ആഗോള സാമ്പത്തിക വ്യവസ്ഥ പരസ്പരം ബന്ധിതമായതിനാൽ എണ്ണവിലയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളുടെ അനന്തരഫലം മറ്റു വിപണിയെ പോലെ US-ഉം അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ യുദ്ധം നീളുന്നത് മേഖലയിലെ ഭിന്നതകൾ വർദ്ധിക്കാനും ലോകരാജ്യങ്ങൾ ചേരികളാകുന്നതിനും കാരണമാകും. US-നെതിരായ വികാരം വർദ്ധിക്കാൻ വേറെ കാരണം കണ്ടെത്തേണ്ടതില്ല. ഇറാന്റെ സൈനിക ശേഷിയെക്കുറിച്ചും യുദ്ധം തുടങ്ങേണ്ടി വന്നതിനെക്കുറിച്ചും ട്രംപ് പലതരം ന്യായീകരണങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആക്രമിച്ചില്ലായിരുന്നുവെങ്കിൽ ഇറാൻ US-നെ ആക്രമിക്കാൻ കഴിയുന്ന ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിക്കുമായിരുന്നു എന്നതാണ് അതിലൊന്ന്. മാത്രമല്ല, US-നെ ആക്രമിക്കാൻ ഇറാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും പശ്ചിമേഷ്യ നിയന്ത്രിക്കാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു.
ഇതൊക്കെ US രഹസ്യാന്വേഷണ വിഭാഗം പോലും പിന്തുണയ്ക്കാത്ത കാര്യങ്ങളാണ്. യുദ്ധം തുടങ്ങി 3 ദിവസങ്ങൾക്കിപ്പുറം യുദ്ധം ഏകദേശം അവസാനിച്ചെന്ന മട്ടിലും ട്രംപ് സംസാരിച്ചിരുന്നു. ഖമേനി ഉൾപ്പെടെ പ്രധാന ഭരണ സൈനിക നേതൃത്വത്തെ വധിച്ചതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ പ്രസ്താവന. എന്നാൽ ഞങ്ങൾ യുദ്ധം തുടങ്ങിയിരിക്കുന്നു എന്നാണ് US പ്രതിരോധ വകുപ്പ് അന്ന് എക്സിൽ കുറിച്ചത്. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തും യുദ്ധം ഇപ്പോഴാണ് തുടങ്ങുന്നത് എന്നാണ് മാധ്യമങ്ങളോടും പ്രതികരിച്ചത്. ഇതോടെ ട്രംപ് അഭിപ്രായം മാറ്റി. പല രീതിയിൽ നാം ജയിച്ചു കഴിഞ്ഞു, പക്ഷേ മതിയായ തരത്തിൽ യുദ്ധം ജയിക്കാനായിട്ടില്ല. ദീർഘകാല ഭീഷണി എന്ന നിലയിൽ അത് ഒരിക്കലും തിരിച്ചു വരാത്ത വിധം അവസാനിപ്പിക്കാനും അന്തിമ വിജയം നേടാനും കൂടുതൽ ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോകുന്നു എന്നായി ട്രംപ്. നിമിഷങ്ങൾക്കിപ്പുറം ശത്രുവിനെ പൂർണ്ണമായി തോൽപ്പിക്കുന്നതുവരെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് വാക്കുകൾ തിരുത്തി. ഇറാന്റെ സൈനിക ശേഷിയെക്കുറിച്ചും ട്രംപ് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പ്രസ്താവിച്ചത്. ഇറാൻ ഇനി തിരിച്ചടിക്കാനാവില്ലെന്നും അതിനുള്ള ശേഷിയില്ലെന്നുമായിരുന്നു യുദ്ധം തുടങ്ങിയ ശേഷമുള്ള പ്രതികരണം. ഇറാന് നാവികസേനയില്ല, അവർക്ക് ആശയവിനിമയ സംവിധാനങ്ങളില്ല, വ്യോമസേനയില്ല എന്നൊക്കെയാണ് ട്രംപ് പ്രസ്താവിച്ചത്. ആക്രമണം നടത്താൻ ആവശ്യമായ സംവിധാനങ്ങളെല്ലാം ഇതിനോടകം വെടിവെച്ചിട്ടു. റഡാറില്ല, ടെലികമ്മ്യൂണിക്കേഷൻ ഇല്ല, സൈന്യത്തിന് വേണ്ട ഒന്നുമില്ല എന്ന് വീമ്പറഞ്ഞ ട്രംപ് പിന്നീട് അത് തിരുത്തി. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായി ഇല്ലാതായിട്ടില്ല, എന്നാൽ കുറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു തിരുത്ത്. അപ്പോഴേക്കും ഗൾഫ് മേഖലയിലെ US സൈനിക ക്യാമ്പുകളിലേക്ക് ഇറാൻ ആക്രമണം തുടങ്ങിയിരുന്നു. ഇറാനിലെ ഭരണമാറ്റത്തെക്കുറിച്ചുള്ള ട്രംപിന്റെ അവകാശവാദവും അങ്ങനെ തന്നെയായിരുന്നു. ഇറാന് നേതൃത്വത്തെ നഷ്ടമായി, ഭരണ നേതൃത്വവും സൈനിക നേതൃത്വവും ഇല്ലാതായി. പകരം അവർ പറയുന്ന പേരുകളൊന്നും ആരും കേൾക്കാത്തതാണ്. ഇതോടെ എല്ലാം തീർന്നു എന്ന തരത്തിലായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. എന്നാൽ ഖമേനിക്ക് പകരം മകൻ മൊജ്തബ ഖമേനി ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി എത്തി. ഇതോടെ ട്രംപ് അടവ് മാറ്റി. ഈയൊരു തെരഞ്ഞെടുപ്പ് ഇറാനിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ട്രംപ് പറഞ്ഞു. ഭരണമാറ്റം, ആണവായുധ നശീകരണം എന്നിങ്ങനെ വാദങ്ങളെല്ലാം പൊള്ളിയടർന്നാണ് ട്രംപിന്റെ നിൽപ്പ്. ട്രംപിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇനി ആരെ കൊന്നിട്ടാണ് യുദ്ധം തീർക്കുക? ഖമേനി പോയപ്പോൾ മകൻ മൊജ്തബ വന്നു, മൊജ്തബയും വധിച്ചാൽ മറ്റൊരാൾ, അതങ്ങനെ തുടരും. അതിനപ്പുറം എന്ത് ചെയ്തിട്ടാണ് യുദ്ധം അവസാനിപ്പിക്കുക?